ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോൺ റിപ്പീറ്റിംഗ് നമ്പർ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യുക. Given an array containing every number 2 times except one number that occurs once. Find that one number. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു അറേ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് തന്നിട്ടുണ്ടാവുക. ഈ അറേയിലെ എല്ലാ നമ്പേഴ്സും 2 ടൈംസ് ഒക്വയർ ചെയ്യും. ഒരു നമ്പർ മാത്രം ഒരു തവണയായിരിക്കും ഒക്വയർ ചെയ്യുക. നമുക്കൊരു ഇൻപുട്ട് നോക്കാം. 1 3 1 2 3. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 1 2 തവണ ഒക്വയർ ചെയ്തിട്ടുണ്ട്. 3 2 തവണ ഒക്വയർ ചെയ്തിട്ടുണ്ട്. ഈ 2 ഒരു തവണ മാത്രമേ ഒക്വയർ ചെയ്തിട്ടുള്ളൂ. 2 ഒരു തവണ മാത്രം ഒക്വയർ ചെയ്തുകൊണ്ട് അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു നമ്പറിനെ ആ നമ്പറുമായിട്ട് എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുക. ഒരു എക്സാമ്പിൾ നോക്കാം. 5 XOR 5. ഇതെന്ന് പറഞ്ഞാൽ 101 XOR 101 അല്ലേ? 5ന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ 101 ആണ്. 101 XOR 101. ആദ്യം 1 XOR 1 അതെത്രയാ? 0. 0 XOR 0 അതും 0. 1 XOR 1 അതും 0. ഒരു നമ്പറിനെ ആ നമ്പറുമായിട്ട് നമ്മൾ എക്സോർ ചെയ്താൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുക. 0 XOR ഒരു നമ്പർ, അത് ആ നമ്പർ തന്നെ ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0 XOR 2 ഈക്വൽ ടു 2 ആയിരിക്കും. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ഈ അറേയിലെ എല്ലാ നമ്പേഴ്സും 2 ടൈംസ് ഒക്വയർ ചെയ്യും. ഒരു നമ്പർ മാത്രം ഒരു ടൈം ആയിരിക്കും ഒക്വയർ ചെയ്യുക. ഒരു നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അന്നേരം നമ്മൾ ചെയ്യുക, ഈ നമ്പേഴ്സിൻ്റെ എല്ലാം എക്സോർ എടുക്കും. 1 XOR 3 XOR 1 XOR 2 XOR 3. ഇതിനെ നമുക്ക് 1 XOR 1 XOR 3 XOR 3 XOR 2 എന്ന് എഴുതാം. 1 XOR 1 0 ആണ്. 3 XOR 3 അതും 0 ആണ്. XOR 2 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. നമുക്ക് വേണ്ട ഔട്ട്പുട്ട് 2 ആയിരുന്നു. അത് നമുക്ക് ഈ അറേയിലെ എല്ലാ നമ്പേഴ്സും എക്സോർ ചെയ്താൽ കിട്ടും. നമുക്ക് ഇതിൻ്റെ കോഡ് നോക്കാം. ഡെഫ് ഫൈൻഡ് നോൺ റിപ്പീറ്റിംഗ് നമ്പർ അറേ റിസൾട്ട് ഈക്വൽ ടു 0. For I in range length of array, result XOR equal to array of I. ഈ ഒരു ഫോർ ലൂപ്പിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? അറേയിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും എക്സോർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൽ അറേയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും എക്സോർ ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. റിട്ടേൺ റിസൾട്ട്. ഈ റിസൾട്ട് ആയിരിക്കും അറേയിൽ ഒരു തവണ ഒക്വയർ ചെയ്ത ആ നമ്പർ. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയായിരിക്കും? ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഫോർ ലൂപ്പ് ഓർഡർ ഓഫ് ലെങ്ത് ഓഫ് അറേ ആയിരിക്കും ഈ ഫോർ ലൂപ്പിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. അതെന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n. അതുകൊണ്ട് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n എന്ന് കിട്ടി.
സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. നമ്മൾ എക്സ്ട്രാ സ്പേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല.